ഹായ് ഹലോ. അപ്പോൾ വീഡിയോൻ്റെ തുടക്കം കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ചെറിയൊരു ഡീപ്പ് ക്ലീനിങ്ങിലേക്കുള്ള പരിപാടിയാണ്. അതേന്നേ അത് തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല, നിങ്ങൾ വിചാരിച്ചത് തന്നെ കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ആദ്യം തന്നെ കബോർഡ്സ് പിടിക്കാം. ഞാൻ മറ്റേ ഫാനും അതേപോലെ തന്നെ നമ്മുടെ സീലിംഗ് ഏരിയയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം വേറെ എല്ലാ പണികളുടെയും കൂടെ അങ്ങോട്ട് ചെയ്തത് കൊണ്ടിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇനിയിപ്പോൾ എന്തായാലും ഇത് അങ്ങോട്ട് ചെയ്തേക്കാം. വേറൊന്നുമല്ല, വേറെ ഒരു കണ്ടൻറ്റും എനിക്കില്ല ചെയ്യാൻ. അത് തന്നെ കാര്യം, നിങ്ങൾ വിചാരിച്ചത് തന്നെ സംഭവം. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ആ ഒഴിഞ്ഞ ക്യാനൊക്കെ ഒഴിച്ചിട്ട് നമുക്കതെല്ലാം പുറത്തേക്ക് ഇടാം. അപ്പോൾ തന്നെ കുറച്ച് സ്ഥലം അധികം കിട്ടും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉപ്പും നമുക്ക് നിറച്ച് വെക്കാം. ഉപ്പ് കുറഞ്ഞു പോകരുതെന്നല്ലേ കാരണവന്മാർ പറയുന്നത്. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മുമ്മയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ പാത്രവും അതേപോലെ തന്നെ കുരുമുളക്, കടുക് താഴെ വീഴാൻ പാടില്ലെന്നാണ് കേട്ടോ പറയണത്. ഉപ്പ്, കുരുമുളക് ഇതൊക്കെ കുറയാൻ പാടില്ല എന്ന് പറയും വീട്ടിൽ. ഞാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ, ഉപ്പ് എപ്പോഴും നിറച്ചിങ്ങനെ ഇരിക്കാൻ നോക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പം ആ പാത്രത്തിൽ നിന്ന് ഉപ്പ് കുറഞ്ഞു പോകും, പിന്നെ അത് നിറച്ച് വെക്കും, അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മളെല്ലാ മറ്റേ വേണ്ട, അതായത് ആവശ്യമില്ലാത്ത എന്താ പറയുന്നത് പാത്രമല്ലല്ലോ, ആ പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തോട്ടിടാം. അപ്പോൾ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഷുഗർ ഫ്രീ എന്താ ഇത്ര അധികം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചേച്ചിക്ക് കട്ട ഷുഗർ പിടിച്ചോ എന്ന് കരുതണ്ട. ഷുഗർ പിടിച്ചിട്ടില്ല കേട്ടോ, പിടിക്കാതിരിക്കട്ടെ. എന്ത് പറയാൻ, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലൊക്കെ അനുസരിച്ച് പിടിച്ചില്ലെങ്കിലേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ സാമിന് കൊണ്ടുപോകാൻ വാങ്ങിച്ചതാണ്. പക്ഷെ കുറച്ച് വെയിറ്റ് കൂടുതലായപ്പോൾ കുറച്ച് ഐറ്റംസ് ഞാനെടുത്ത് മാറ്റി. അതുകൊണ്ട് എനിക്ക് വേണ്ടുവോളം ഷുഗർ ഫ്രീ ഒരു വർഷത്തേക്കുള്ളത് ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഞാനിപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിരിക്കുന്ന കണ്ടില്ലേ, ഞാൻ ഉരുണ്ടുപോയി മൊത്തത്തിലെന്നേ, ഭൂഗോളം പോലെ ആയി പോകുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇനിയിപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ കബോർഡ്സൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഇരിപ്പില്ലേ. ഞാനിതൊക്കെ പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട്, അത് ഞാൻ വീഡിയോ എടുത്തില്ല, നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഇത് പിന്നെ വൃത്തിയാക്കേണ്ടല്ലേ, നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ യൂസ് ചെയ്യാതിരുന്ന് തൊടാതിരുന്നുകൊണ്ട് എന്ത് പറ്റി, അതിൻ്റെ മുകളിൽ ചിലന്തി വല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിലന്തി വലയൊക്കെ ഞാൻ കളഞ്ഞായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പൂജാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നെല്ലിക്കരിഷ്ടം ഭയങ്കര ലഹരിയാട്ടോ. പക്ഷെ ഞാനൊരു ദിവസം കഴിച്ചിട്ടുണ്ടല്ലോ, ഞാൻ കിക്കടിച്ചു പോയി പിള്ളേരെ. എന്നിട്ട് ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നു, എനിക്ക് തലവേദനയൊക്കെ വന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ദിവസം മൊത്തം പോയി. അപ്പോൾ എനിക്കിതിൻ്റെ മണം കേട്ടിട്ട് എന്നെ വീണ്ടും ആകർഷിക്കുന്നു, നമ്മളുടെ ഫെറോമോൺസിൻ്റെ ഒരു ആകർഷണം പോലെ. പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. ഇവ പറഞ്ഞു വേഷം കെട്ട് കാണിക്കല്ലേ, പണി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. പിന്നെ കഴിച്ചില്ല കേട്ടോ. കഴിക്കാനൊക്കെ പോയിന്നേ ഉള്ളൂ, കഴിക്കത്തില്ല കേട്ടോ. കാരണം ഭയങ്കര ലഹരി, അയ്യോ രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഏകദേശം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ അധികം കാണിക്കുന്നില്ല, കാരണം അത് നമ്മളുടെ സിങ്കിൻ്റെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് എത്ര വന്നാലും എത്ര ക്ലീൻ ചെയ്താലും ആ ഒരു കളർ പോവില്ല കേട്ടോ. പിന്നെ ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സാമിൽ എത്തിയിട്ടില്ലല്ലോ. സാമില്ലാണ്ട് അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല. കുറേ പേര് വീടിൻ്റെ അകത്തോട്ട് കയറേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ അറിയാത്തവരെ കയറാനും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാണ് നമ്മളുടെ വേസ്റ്റൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പം ഞാനിനി പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് ഞാൻ വരാവേ. ഇത് നമ്മളുടെ എന്താ പറയുക, ഹരിതകർമ്മ ചേച്ചിമാരൊക്കെ എടുത്തിട്ട് നല്ല സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് പത്തറ്റിക് സിറ്റുവേഷൻ എന്നാണ് ആ ഷോർട്സിൻ്റെ പേര്. ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം അതിന് താഴെ ഒരു കമൻറ്റ് വന്നായിരുന്നു. അത് വേറൊന്നല്ല, ആരോ ഏതോ ഒരു ആളുകളെ വളരെയധികം വെള്ളയടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കമൻറ്റാണ്. അതായത് നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത്, ഈ കുടുംബശ്രീയുടെ ആൾക്കാർ, കുടുംബശ്രീ അല്ല നമ്മളുടെ ഹരിതകർമ്മ സേന വരുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എന്താണ് ചെയ്തിരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കൂ, അതിന് പകരം മുട്ടയുടെ മറ്റേ വരുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കത്തിക്കാമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ കിടന്നിട്ട് പറയുന്നത് പ്ലാസ്റ്റിക് എടുക്കുന്നില്ല എന്ന്. അത് എഴുതിയതൊരു സ്ത്രീയാണോ പുരുഷനാണോ ആരാണോ എന്നറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിൽ ലേശം ഉളുപ്പുണ്ടോ ജാതി നിങ്ങൾക്ക്? ഞാൻ വോയിസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിൽ. ലേശം ഉളുപ്പുണ്ടോ? ജനങ്ങളൊക്കെ 2017 ഹരിതകർമ്മസേന വന്നതാണ്. എന്തിനാ അത് വരുത്തിയത്? നമുക്കതിന് മുമ്പേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, റോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും അതേപോലെ തന്നെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതുമൊക്കെ ഏകദേശം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഏരിയകളിൽ അന്നത്തെ സർക്കാർ ഏർപ്പെടുത്തിയ സിസ്റ്റമാണ് ഹരിതകർമ്മ സേന വന്നിട്ട് വീട്ടിലെ വേസ്റ്റ് എടുക്കുന്നത്. അത് ഇനി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിർത്തും അല്ലേ? അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ? നിങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ക്ലിയർ ആക്കുന്ന യാതൊരു ഉറപ്പുമില്ല അല്ലേ? ലോകം മൊത്തം മുന്നോട്ട് പോകുമ്പം നാണമില്ലേ മനുഷ്യരെ പിന്നോട്ട് പോകുന്ന കഥ പറയാൻ നിങ്ങൾക്ക് എന്ന് ഞാൻ നിങ്ങളോടല്ലോ ചോദിക്കുന്നത്. പറഞ്ഞ കമൻറ്റ് എഴുതിയ വ്യക്തി കാണുന്നുണ്ടാവും എന്ന് എനിക്കറിയാം.
ഞാൻ ചോദിക്കുകയാണ്, ഇനി മേലാൽ നിങ്ങളിങ്ങനെ പറയാൻ നിൽക്കല്ലേ. അല്പമെങ്കിലും ജനങ്ങളാരും വിഡ്ഢികളൊന്നുമല്ല. ഞങ്ങളെല്ലാവരും ടാക്സ് കൊടുക്കുന്ന ആളുകളാണ്. നമ്മളൊരു വീടോ അല്ലെങ്കിൽ സ്ഥലമോ വാങ്ങിച്ച് കഴിയുമ്പം അതിൻ്റെ ടാക്സിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. എന്നാലും പഞ്ചായത്ത് ഏരിയകളിൽ വീണ്ടും വീണ്ടും വന്നിട്ട് ഇങ്ങനെ പിരിപ്പിക്കുന്നത് പോലെ കൊടുത്താലും ഇല്ലെന്നുണ്ടെങ്കിലും നോക്കുകൂലി പോലെ 50 രൂപ വാങ്ങാൻ വേണ്ടിയിട്ട് വരും. അതും എല്ലാ ദിവസവും വന്നെടുക്കോ, മാസത്തിൽ ഒരിക്കൽ വരും. അതിൽ നിന്ന് മറ്റത് മാറ്റൽ മറിച്ചത് മാറ്റൽ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെരുപ്പുകളൊക്കെ കാണണം. ഈ ചെരുപ്പ് എന്താ, ചെരുപ്പില്ലാണ്ട് നടക്കണമെന്നാണോ സ്ത്രീയെ നിങ്ങൾ പറയുന്നത്? ഇനി അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. ഞാൻ ഇത്ര ഡോക്ഷാകുലരാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോർപ്പറേഷൻ ഏരിയയിൽ പ്ലോട്ടുണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. അവിടെയൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാണേണ്ടതാണ്. അപ്പോൾ പറയും അവിടെ കുറേ ടാക്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന്. ഇല്ല, ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ വില്ലയുടെ ടാക്സ് അടച്ചായിരുന്നു 969 രൂപ ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 100-300 രൂപ വ്യത്യാസമേ ഉള്ളൂ. ആ 300 രൂപ വ്യത്യാസത്തിൽ അവർ എല്ലാ ദിവസവും വന്നിട്ട് വേസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ്. ഫുഡ്, പ്ലാസ്റ്റിക് ഒരു ദിവസം വന്നിട്ടിരിക്കും. ഇതിനെല്ലാത്തിനും നമ്മൾ മാസം 50 രൂപയാണ് ഈ ഫുഡ് വേസ്റ്റ്, നമ്മൾ ഈ ഫുഡും പ്ലാസ്റ്റിക് എടുക്കുന്നതിന് കൊടുക്കുന്നത്. പക്ഷേ പഞ്ചായത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു മാസം ഒരു പ്രാവശ്യം വരത്തുള്ളൂ, 50 രൂപ കൊടുക്കണം. കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കരം അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാസത്തിൽ എല്ലാ വേസ്റ്റെങ്കിലും എടുക്കാൻ നോക്കണം. അല്ലാതെ ഈ വന്നിട്ട് അതിൽ നിന്ന് പിന്നെ കുറേ മാറ്റിയിട്ട് കുറേ മറച്ചിട്ടൊക്കെ ഇടുന്നിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്ത് തരത്തൂല എങ്കിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുവാണോ കമൻറ്റിലൂടെ വന്നിട്ട്? അത് നിങ്ങളത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് കുറയ്ക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല. അത് തീരുമാനിക്കേണ്ടത് അത് പ്രൊഡക്ഷൻ അതേ കമ്പനികൾ തീരുമാനിക്കണം. എല്ലാം ഈ പാലിൻ്റെ കവർ എന്നാ ചെയ്യും പറ? അതേപോലെ തന്നെ ചായപ്പൊടിയുടെ കവർ എന്നാ ചെയ്യും? ഞങ്ങൾ പോട്ടെ, സാനിറ്ററി നാപ്കിൻ എന്നാ ചെയ്യും? അപ്പോൾ പാലിൻ്റെ കവർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തിന്നണോ പാല് കുടിച്ചു കഴിഞ്ഞിട്ട്? അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയും. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് അതൊക്കെ രൂപീകരിച്ച് കൊടുക്ക്. പുതിയ പുതിയ പ്രൊഡക്ഷൻ കമ്പനികൾ, അതേപോലെ തന്നെ അവർക്ക് പുതിയ സംവിധാനങ്ങൾ ഇറക്കി കൊടുക്ക്. എല്ലാം ബയോഡിഗ്രേഡബിൾ സിസ്റ്റം ആക്കി കൊടുക്ക്. അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾ ഇത്രയും ടാക്സ് അടച്ച് കഴിഞ്ഞിട്ട് അവരതും സഹിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഏത് ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകണം എന്ന് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, അത് ഞങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടേണ്ട ടാക്സ് കിട്ടുന്നില്ലേ? അപ്പം ഞങ്ങൾക്ക് വേണ്ട രീതികൾ നിങ്ങൾ ചെയ്ത് തന്നെ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഇത്രയെങ്കിലും എനിക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് വളരെ നാണക്കേടാവും. ഞാൻ ഈ പഞ്ചായത്ത് ഏരിയയിലെ വേഷം കെട്ട് കാണാൻ തുടങ്ങിയിട്ട് ഇപ്പം 3.5 വർഷമോ ഇവിടെ വന്നിട്ട്. അപ്പോൾ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എങ്കിൽ പിന്നെ ഈ പെണ്ണുമ്പോൾ എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നതെന്ന് വിചാരിക്കും. അബദ്ധം. എന്ത് പറയാനാണ്? ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ തന്നെയാട്ടോ ഞാൻ പലപ്പോഴും കൂട്ടുകാരെ വീഡിയോയിൽ പറയാറുള്ളത്. മേ ബി എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലത്തെ തിരക്കുള്ള ആളുകൾക്ക്, അത് നിങ്ങൾക്ക് എബ്രോഡൊക്കെ ഉള്ളവർ ഈ വില്ല കോമ്പൗണ്ടൊക്കെ വാങ്ങുമ്പോൾ നോക്കുക കേട്ടോ. മിക്കവാറും പുക്കാട്ടുപടിയാണ് ഞങ്ങളുടെ. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫുഡ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. തലവേദനയാണ്. ഒരു 8 സെൻറ്റും 9 സെൻറ്റും 1 ഏക്കറും ഉള്ള ആളുകൾ കണ്ണടച്ചിരിക്കുകയാണ്. അവർക്ക് പ്രശ്നമില്ല. അവർക്ക് അവരുടെ പ്ലോട്ടിൽ തന്നെ അത് ഡിസ്പോസ് ചെയ്യാം എങ്ങനെയെങ്കിലും. നമ്മളുടെ പോലെ 4 സെൻറ്റും 5 സെൻറ്റും ഉള്ളവർക്കൊക്കെയാണ് ഇത് പ്രശ്നം. അപ്പോൾ പറയും ഫുഡ് വേസ്റ്റിന് ബയോബിൻ ഉണ്ടല്ലോ എന്ന്. ബയോബിൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാറ്റം വരും, ഫ്ലൈസ് വരും, കണ്ടാമിനേറ്റഡ് ആവും, ഹൈജീൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഈ പറഞ്ഞതുപോലെ വൃത്തിയായിട്ട് ചെയ്യണം. ആർക്കാണ് ഈ തിരക്കിട്ട സമയത്ത് അതിനൊക്കെ സമയം? പിന്നെ ഇത്ര അധികം സ്ലറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ 5 സെൻറ്റിൽ അത് എവിടെ കൊണ്ടുവന്ന് ഒഴിക്കാനാണ്? നമ്മൾ എത്ര വേണം അത് മാനേജ് ചെയ്യും? അത് ആ സ്ലറിയും പുറത്തേക്ക് ഒഴിച്ചാൽ വീണ്ടും പ്രശ്നമാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുന്നത്, വരുന്ന കാലഘട്ടങ്ങളിൽ ഇതൊക്കെ മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞു. ഫുഡ് ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്ത് തരിക എന്നുള്ളത് അതാത് ലോക്കൽ ബോഡിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് ജനങ്ങൾ അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നിർത്തുക. അപ്പോൾ നിങ്ങൾ പറയുമോ ഫുഡ് വേസ്റ്റിന് പ്രശ്നം, നിങ്ങൾ ഭക്ഷണം കഴിക്കൽ കുറച്ച് കുറയ്ക്കാൻ പറയുമോ? കൊള്ളാമല്ലോ, നല്ല സിസ്റ്റമാണല്ലോ അത്. ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആളുകൾ എൻ്റെ താഴെ പൊങ്കാലിടാൻ വരുമായിരിക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഞാൻ എവിടെ വേണമെങ്കിലും പറയൂ അത്. കാരണം ഞാനത് അനുഭവിച്ച് ഞാനത് അതിൻ്റെ എന്താ പറയുന്നത്, എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അനുഭവിച്ച് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ നമുക്കത് മനസ്സിലാവും. അത് ഈ ഒരുപാട് സെൻറ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാമായിരുന്നു. ഇപ്പം ഞങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഇൻസിനറേറ്റർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിന് തന്നെ 28 രൂപയായി, പ്ലസ് ടാക്സ് വേറെയായി. നമ്മൾ ഈ പഞ്ചായത്തിൽ ടാക്സ് കുറവാണെന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും പറ്റിയൊരു അബദ്ധമായിരുന്നു. ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ കോമൺ എക്സ്പെൻസ് വരും, പിന്നെ പാർക്കിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിലിറങ്ങുമ്പോൾ തന്നെ വണ്ടി കാണണം എന്നൊക്കെ ഉള്ള ചില മിഥ്യാധാരണകൾ പുള്ളിക്കും മനസ്സിലായി. ഇപ്പോൾ ഏകദേശം ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം മുന്നോട്ട് പോകേണ്ട ഈ ലോകത്ത് പിന്നോട്ട് പോകാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ വരുന്ന കാലഘട്ടങ്ങളിൽ. നിങ്ങളിതൊക്കെ ഇപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടി ആളുകൾ ചോദിക്കാൻ വരുമ്പം സംസാരിക്കുക, പറയുക, ഞങ്ങൾക്കിത് ചെയ്തു തരണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് എങ്ങനെയാണ് എന്താണോ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ചേച്ചിമാരെ അല്ല നമ്മളാരും കുറ്റം പറയേണ്ടത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിരപരാധികളാണ്. കാരണം അവർ ഇത്തരം സ്റ്റാഫുകൾ, അവർക്ക് മനുഷ്യരല്ല, അവർക്ക് അസുഖങ്ങൾ വരും, ചിലപ്പോൾ അവർക്ക് അവധി എടുക്കേണ്ടതായിട്ട് വരും, പല പല കാരണങ്ങളും വരും. അപ്പം മേൽപ്പത്തിരിക്കുന്നവരാണ് കുറച്ചും കൂടി കൂടുതൽ സ്റ്റാഫിന് വെക്കുക, അവരത് ചെയ്യുക.
അല്ലാതെ അവിടെ അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്കാണ് നഷ്ടങ്ങൾ വരുന്നത്. അത് നിങ്ങൾ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അല്ലെങ്കിൽ ഞങ്ങളോടല്ല പറയേണ്ടത് നിങ്ങളുടെ വേസ്റ്റ് തീറ്റ കുറയ്ക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അളവ് കുറയ്ക്കുന്നത് ഞങ്ങളോടല്ല പറയേണ്ടത്. നിങ്ങളാദ്യം മനസ്സിലാക്കുക. പബ്ലിക് സർവീസ് കമ്മീഷൻ അത് PSC എക്സാം എഴുതി അല്ലെങ്കിൽ എന്താണെന്ന് നിങ്ങളോട് കയറി ഇരിക്കുന്നതെങ്കിൽ പബ്ലിക്കിനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾക്കത് അനുഭവിക്കേണ്ടത്, ഞങ്ങളുടെ പൗരനെന്ന നിലയിൽ ഞങ്ങൾക്കത് അനുഭവിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യകതയാണ്. അത് മനസ്സിലാക്കുക. അത് അല്ലാതെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇങ്ങനത്തെ ഒരു കാര്യം എന്താ പറയുക, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമ്മളുടെ ഒരു അവകാശം ഒരു പൗരനെന്ന നിലയിൽ നമ്മളൊരു കമൻറ്റിലൂടെ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോയിലൂടെ വ്യക്തമാക്കുമ്പം അതിൻ്റെ താഴെ വന്നിട്ട് അതെന്തുകൊണ്ട് നിങ്ങൾക്ക് നിർത്തിക്കൂടാ, അതിന് മുന്നു വന്ന സർക്കാരല്ലേ ഇത് നമുക്ക് നടപ്പിലാക്കി തന്നത്, അതില്ലാന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അതിനെപ്പറ്റി ഞാൻ ചോദ്യം ചെയ്തപ്പം മറച്ചൊളിച്ച് ഈ കുടുംബശ്രീ ഹരിതകർമ്മ ചേച്ചിമാരെ പറ്റിയിട്ട് അവരങ്ങനെയാണോ എങ്കിൽ അവരെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്യുക. അവരല്ല കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് നിങ്ങളെ പറ്റിയാണ് കംപ്ലയിൻ്റ് ഉള്ളത്. അവരെതിരെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. ഒരു മാസം ഒരു 2-3 പ്രാവശ്യം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കുന്ന ആളുകളെ ഫീൽഡിലേക്ക് വിടൂ. അപ്പോൾ ഈ പ്രശ്നം തീർന്നല്ലോ. ഈ മാസത്തിൽ ഒരിക്കലും ഈ മാവേലി വരുന്ന പോലെ വരുമ്പോഴല്ലേ ഈ കുന്നുകൂടി കിടക്കുന്നത്, ഫ്ലൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ 5 സെൻറ്റോ 4 സെൻറ്റോ ഭൂമിയിൽ പഞ്ചായത്ത് ഏരിയയിൽ വില്ലാ സാങ്ഷനോ കാര്യങ്ങളോ കൊടുക്കാതിരിക്കുക. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും കൈകാര്യങ്ങൾ അത് കുറച്ചും കൂടെ എന്താ പറയണത്, മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ അത് ഞങ്ങൾക്ക് ചെയ്തു തരിക. കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ഇല്ലാതെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അത്ര എനിക്ക് പറയാനുള്ളത്. ഭീഷണിയായിട്ടോ അല്ലെങ്കിൽ എനിക്കത് തോന്നുന്നത് അങ്ങനത്തെ ഒരു വാർണിംഗ് ആയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നേനെന്ന് അതറിയാവുന്നവരുടെ അടുത്ത് വന്ന് എടുക്കണ്ട കേട്ടോ. ഞാനിത് ഇവിടെ പഞ്ചായത്തിലല്ല ചേച്ചിമാരോട് സംസാരിച്ചപ്പോൾ ചേച്ചിമാരും ആദ്യം വന്ന ചേച്ചിമാർ ഭയങ്കര മൂശാട്ട ചേച്ചിമാരായിരുന്നു. ഇപ്പം നല്ല ചേച്ചിമാരാട്ടോ വരുന്നത്. അവർ കറക്റ്റായിട്ട് അവരുടെയും കൊണ്ടാവുന്ന ചെയ്യുന്നുണ്ട്. അവരെയും കൊണ്ടാവുന്നല്ലേ ചെയ്യാനുള്ളൂ. മാനുവലി അല്ലേ അവരെടുക്കുന്നത്. അല്ലാണ്ട് അവർക്ക് മെഷീൻ എടുക്കുന്ന പോലെ എല്ലാം കുന്നൂട്ടി എടുക്കാൻ പറ്റുമോ? അവർ വെയിലത്തും ഈ മഴയത്തും നേരമെന്നില്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ ചേച്ചിമാർ. ഇപ്പം ദോഹയിലും ദുബായിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഡോർ സ്റ്റെപ്സിൽ വെച്ചാൽ മതി. അവിടെ മെഷീനാണ് വന്നെടുക്കുന്നത്. അല്ലാണ്ട് ഇതേപോലെ ആളുകളിങ്ങനെ മണിയടിച്ച് വിടുകയല്ല ചെയ്യുന്നത്. അത്രയ്ക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചൊരു 3-4 പ്രാവശ്യമെങ്കിലും മന്ത്ലി വിട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. വേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 50 രൂപ വേണമെന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ, അതേപോലത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുള്ളൂ. ഇതിപ്പം നമ്മൾ പറയുമ്പോൾ പറഞ്ഞവരൊക്കെ എന്താ പറയുക, ചീത്ത ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും, അതായത് നിങ്ങൾ ഗവൺമെൻറ് സർവീസിൻ്റെ കസേരയിൽ കയറി നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. അതിനുള്ള വഴികൾ, അതിനുള്ള പോംവഴികൾ. ഇലക്ഷന് ഞങ്ങളുടെ എല്ലാവരുടെയും വോട്ട് കൊണ്ടൊക്കെ തന്നെയല്ലേ ഓരോരോ ആളുകൾ ജയിച്ച് മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലും. പക്ഷേ ആ ലാസ്റ്റ് പറ്റിക്കുന്നത് പോലെ പിന്നെ നിങ്ങളെയൊക്കെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല. ബേസിക് നീഡ്സാണ് വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു നാടിൻ്റെ. ഇപ്പം കേരളത്തിനാണ് ഈ പ്രശ്നമുള്ളത്. കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് എനിക്കറിയത്തില്ല, മുനിസിപ്പാലിറ്റിയുടെ എനിക്കറിയത്തില്ല, പഞ്ചായത്തിൻ്റെ ഏരിയയിലാണ് ഈ വേസ്റ്റിൻ്റെ വേഷം കിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ പറഞ്ഞതുപോലെ കേരളത്തിന് പുറത്ത് അതായത് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഇത് ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. കേരളം ഭയങ്കര വൃത്തിക്ക് പേര് കേട്ടതാന്ന് പറയത്തില്ലേ, സമ്മതിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തമിഴ്നാട്ടിനെയൊക്കെ അപേക്ഷിച്ച് ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ജനങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ. പാവങ്ങൾ പേടിച്ചിട്ട് അവിടെ ഇവിടെ ഒന്നും ഇടത്തില്ല. എന്നിട്ട് ചിലവർ മാറിയെന്നും മറിഞ്ഞെന്നൊക്കെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അല്ലാതെ ഈ നിങ്ങൾ പേടിപ്പിച്ച് നിങ്ങളുടെ നയം നിങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആരാണെന്നുണ്ടെങ്കിലും ഈ കമൻറ്റ് ചെയ്ത വ്യക്തി ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം എനിക്ക് മനസ്സിലായി, ആരും എന്തൊക്കെയോ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണെന്ന് മനസ്സിലായി. നേരിട്ടൊന്ന് സംസാരിച്ചോ, നമുക്ക് നേരിട്ട് സംസാരിക്കാമല്ലോ. കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ മാറിയെന്നും മറിഞ്ഞും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പബ്ലിക്കായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാൻ പല വീഡിയോയിൽ, ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂ നല്ല രീതിയിലുണ്ട് ലോക്കൽ ബോഡി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ. പിന്നെ 8-9 സെൻറ്റ് സ്ഥലമുള്ളവർക്ക് വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ കമൻറ്റിന് എനിക്ക് ഒരു മറുപടിയും പറയാനില്ല, അങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നവരോട്. കാരണം ഞാൻ ഫേസ് ചെയ്യുന്നതാണ്. ഞാൻ മറ്റൊരാളുടെ പ്രശ്നങ്ങളല്ല പറയുന്നത്, ഞാൻ എൻ്റെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇവിടെ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫുഡ് ക്രഷർ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബയോബിന്നിൽ കൈയിട്ടിളക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പ്രാക്ടിക്കലൊന്നുമല്ല. അത് പ്രോപ്പറായിട്ട് അതിൻ്റെ സംവിധാനം നടന്നില്ല എന്നുണ്ടെങ്കിൽ നിറച്ചും ബാക്ടീരിയയും അതേപോലെ തന്നെ സ്മെല്ലും അതേപോലെ ഹൈജീൻ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരും. അത് കറക്റ്റായിട്ട് അതിൻ്റെ സ്ലറി കളയണം. ഇതൊക്കെ എവിടെയാണ് നമുക്ക് എനിക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സമയമില്ലാത്ത നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് നമ്മളുടെ വർക്ക് ചെയ്ത് തീർത്തിട്ട് പിന്നെ ഇതിലിട്ട് കയറ്റിളക്കിക്കൊണ്ടിരിക്കാൻ എന്താണിടേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ വളരെ എന്താ പറയണത്, എന്തോ മൺമറഞ്ഞ സിസ്റ്റങ്ങളല്ലേ ഇതൊക്കെ. ഇങ്ങനെയല്ലേ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്.
അപ്പോൾ അത് ഞാൻ സംസാരിച്ചപ്പോൾ ഞാനത് ഇത്രയൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ഇത്രയും കുന്നുകൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയാം എൻ്റെ പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മുട്ട മാത്രം കഴിച്ച് ജീവിക്കാൻ. അതെന്തോ വർത്താനമാണ് ചേച്ചി പറയുന്നത്, ചേച്ചിയാണെങ്കിലും ചേട്ടനാണെന്നുണ്ടെങ്കിലും. അപ്പം ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും, ഇഷ്ടമുള്ളത് കുടിക്കും, അതേ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ വർക്ക് അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ, അത്രേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം തെറ്റങ്ങോട്ട് സമ്മതിക്കുക, സ്വന്തം സിസ്റ്റത്തിൻ്റെ തെറ്റങ്ങ് സമ്മതിക്കുക. അല്ലാതെ വെറുതെ വന്നിട്ട് ആളുകളെ അത് ചെയ്യണം അതൊന്നും വേണ്ട. ഭരണം വേണ്ട കേട്ടോ, ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഭരണം വേണ്ട. രാജഭരണം ഒന്നും അല്ലല്ലോ നടക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ വളരെ സമാധാനം കുറവായിരിക്കും, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ പരിപാടികളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മുടെ കൈയും കാലൊക്കെ കഴുകി നമുക്ക് സമ്പ്രാണി കത്തിക്കണ്ടേ, എങ്കിലല്ലേ ഒരു കംപ്ലീഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേർക്ക് അവർ പറഞ്ഞു ഉച്ചയ്ക്കൊക്കെ നല്ല രീതിയിൽ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ടാണ് ഞാനിത് കയറിയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുടെ ഹരിതകർമ്മയിലെ ആൾക്കാർ വന്നത് കൊണ്ടിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് വേസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ പുല്ലൊക്കെ കളഞ്ഞത്. ഹസ്ബൻഡ് ക്യാമറയിലൂടെ കണ്ടു പുല്ലും കാര്യങ്ങളൊക്കെ വളർന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ആ പുല്ലൊക്കെ ഒന്ന് എടുത്ത് കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് പുറത്തെ പണി ചെയ്യാൻ ഇത്തിരി മടിയാണ്, പക്ഷേ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടെടുത്ത് കളഞ്ഞു. കാരണം പുല്ല് ചിലപ്പോൾ കൈയൊക്കെ ചോദിച്ചിലൊക്കെ വന്നാലോ, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് പേടിച്ച് നിന്നാൽ, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ കുറച്ച് സാനിറ്ററി നാപ്കിൻസ് എൻ്റെ കത്തിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സോളാറൊക്കെ ഒന്ന് നോക്കി, അധികം പൊടിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ സോളാർ വെച്ച ചേട്ടന്മാരെ പറ്റി വേറെ പറയാം കേട്ടോ. അവരുടെ അന്ന് വെച്ച് പോയിട്ട് മഷി ഇട്ട് നോക്കിയിട്ട് പോലും പിന്നെ കണ്ടിട്ടില്ല. അതായത് നമുക്ക് സർവീസ് ഒരു പ്രാവശ്യം ഫ്രീ ആണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ, ക്ലീനിങ്ങിൻ്റെ ഒന്നും ചെയ്തു തന്നിട്ടില്ല കേട്ടോ. അവർ ആ സോഫ്റ്റ്വെയറൊക്കെ സെറ്റ് ചെയ്ത് തന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തു തന്നിട്ടില്ല കേട്ടോ. വേറെ കുഴപ്പമില്ല, സോളാർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സോളാറിൽ പൊടി വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയായി സംപ്രാണി കത്തിച്ചു കഴിഞ്ഞപ്പം. ഇനി മക്കൾക്ക് നമ്മളുടെ കഞ്ഞിയും പിന്നെ ചിക്കൻ ഫ്രൈയുമാണ്. ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അവർക്കൊന്നും വേണ്ട കേട്ടോ. ചിക്കൻ ലെഗ് ഒരാൾക്ക്, ചിക്കൻ ലെഗ് നമ്മുടെ സെരക്ക് ഇഷ്ടമല്ല, ഇവയ്ക്കാണ് ഇഷ്ടം. പിന്നെ സെരക്കുട്ടിക്ക് കുറച്ചിങ്ങനെ അതിൻ്റെ ആ ഒരു ഫ്ലഷ് ആയിട്ടുള്ള മീറ്റുള്ള പീസാണ് അവൾക്കിഷ്ടം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ പരിപാടി. ഇനി കുളിച്ച് ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം കേട്ടോ. അപ്പം ബൈ, സീ യു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.